സ്നേഹമുള്ളവരെ, ആദി മനുഷ്യനായ ആദം, ഹൗവ മുതൽ ഇങ്ങോട്ട് ജനിച്ച മനുഷ്യരെല്ലാവരും മരിച്ചതിന് കാരണക്കാരൻ ആരാണ്? അത് പിശാചാണ്. അവൻ്റെ അസൂയ നിമിത്തമാണ് മരണം മനുഷ്യരിലേക്ക് കടന്നു വരികയും എല്ലാ മനുഷ്യരും മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മനുഷ്യനായി പിറന്നാൽ അവൻ മരിക്കും. കാരണം പാപത്തിൻ്റെ വേതനം മരണമാണ്. അതുകൊണ്ടാണ് പിശാചിനെ അവൻ കൊലപാതകിയാണ് എന്ന് പറയുന്നത്. പിശാച് കൊലപാതകിയാണ്. അവൻ്റെ അസൂയ നിമിത്തമാണ് എല്ലാ മനുഷ്യരും മരിക്കാനായിട്ട് ഇടയായത്. മാത്രമല്ല, പിശാച് ആദ്യം മുതലേ നുണയനാണ്, നുണയുടെ പിതാവാണ്. നുണ പറഞ്ഞു തുടങ്ങിയത് തന്നെ പിശാചാണ്. ഇന്ന് എത്രയോ തരത്തിലുള്ള നുണകളാണ് ഈ ലോകത്തിലുള്ളത്, വ്യാജമായ കാര്യങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. ഇനി ഈ പിശാച് മറഞ്ഞിരിക്കുന്നവനാണ്, മറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. വെളിപ്പെടാൻ അവൻ തയ്യാറല്ല, വെളിച്ചത്തിലേക്ക് അവൻ വരികയില്ല. ഞാനില്ല, പിശാചില്ല, ദുഷ്ടാരൂപികളൊന്നും ഇല്ല എന്ന് അവൻ എല്ലാ മനുഷ്യരെയും പറഞ്ഞ് പറ്റിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇവൻ മനുഷ്യജീവിതങ്ങളിൽ അന്ധകാരം വിതറുന്നവനാണ്. അസ്വസ്ഥതകൾ, മാനസികമായ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കുടുംബത്തിൽ കലഹങ്ങൾ, ജോലി മേഖലയിലുള്ള ബുദ്ധിമുട്ട്, അല്ലേ? ഇവൻ കാരണമാണ് ഈ അധ്വാനത്തിൻ്റെ മേഖലയിൽ ഇത്രയ്ക്ക് ടെൻഷനും റിസ്ക്കും എല്ലാം മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്നത്. ഈ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കണം എന്ന് ദൈവം പറയാൻ ഇടയാക്കിയത് ഈ പിശാചാണ്. മാത്രമല്ല, മരണത്തിൻ്റെ കാരണങ്ങളായ രോഗങ്ങൾ, രോഗപീഠതകൾ, കഷ്ടതകൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യം, ഞെരുക്കം, പട്ടിണി എല്ലാം ഇവൻ്റെ ഒരു പ്രവർത്തന മൂലമാണ്. ഇത് അന്ധകാരമാണ് ഈ തിന്മ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള തിന്മകൾ ഉണ്ടെങ്കിൽ, ഒരു ഇരുട്ടിൻ്റെ പ്രവർത്തനമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ വേണം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ മൂലം എല്ലാവരും രക്ഷ പ്രാപിക്കുന്നുണ്ട് എന്ന് വചനം പറയുകയാണ്. യേശു മുഖാന്തരം എല്ലാവരും സ്വർഗത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. ദൈവം പറഞ്ഞു, ആദത്തോട് പറഞ്ഞു, ഈ പഴം തിന്നുമ്പോൾ നീ മരിക്കും, എന്നാൽ നിന്നെ വീണ്ടും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി മരിക്കും. അത് ആദത്തോട് പറഞ്ഞില്ല, പക്ഷേ ദൈവം അത് ചെയ്ത് മനുഷ്യരെ വീണ്ടെടുത്തു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ വേണം.